തോമസ്, സംസ്ഥാനത്തെ പാർട്ടിക്കൊരു നിലപാട്, അതേ പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സിൽവർ ലൈൻ വരണമെന്നും പറയുന്നു. പ്രതിപക്ഷം എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും പറയുന്നു. ഇതെവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? സുജയ പാർവതി, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരളയിൽ ഈ രീതിയിൽ സജീവ ചർച്ചയാകുന്നത്. അതായത് ഇന്നലെ മന്ത്രിയുടെ മുൻപിൽ ഞാനും ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ പ്രതിരോധ സമിതി നിവേദനം നൽകിയ സമയത്തും മന്ത്രി കേരളയിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതി വിശദമായ പദ്ധതി രേഖ കേരളം നൽകിയിട്ടുണ്ട്, അതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും പരിഹരിച്ചാൽ നോക്കാമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പദവിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം കേരള മുഖ്യമന്ത്രി പലതവണ അടുത്തിടെ പോലും ഡൽഹിയിൽ പോയി ഈ മന്ത്രിയെ കണ്ട് ഇക്കാര്യം ചർച്ച ചെയ്തതാണ്, പദ്ധതി വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം മന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കെ സുരേന്ദ്രൻ വിശദമായി തന്നെ രാഷ്ട്രീയമായി തന്നെ ആ കാര്യം പറഞ്ഞിരിക്കുന്നു. കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ പദ്ധതി ആര് വിചാരിച്ചാലും നടക്കില്ല. അതായത് രണ്ട് അനുമതി നൽകേണ്ടതും കേന്ദ്രമാണ്. സാങ്കേതികപരമായിട്ട് അനുമതി നൽകണം, പാരിസ്ഥിതിക വിഷയങ്ങൾ അനുമതി നൽകണം. അത് രണ്ട് കടമ്പ അവിടെ കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പദ്ധതി ഒരിക്കലും വരില്ല എന്ന് കെ സുരേന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നു. പ്രതിപക്ഷം തുടക്കം മുതൽ എടുക്കുന്ന തീരുമാനത്തിലും ആണ് അവർ നിൽക്കുന്നത്. ഈ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങിയാൽ സമരം തുടരുമെന്ന് പറയുന്നു. ഈ ജനകീയ പ്രതിരോധ സമിതി സമരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ തന്നെ ആദ്യമായി സമരം തുടങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ കാട്ടിലപ്പിടികയിലാണ്. 2020 ഒക്ടോബർ 2 സമരം തുടങ്ങിയത്. ഇപ്പോഴും സമരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും രാവിലെ പ്രതിരോധ സംഗമം ഉണ്ടായിരുന്നു. അവർക്കൊരു ആശങ്ക ഉണ്ടായിരുന്നത് ഈ കേന്ദ്രമന്ത്രി ഇങ്ങനെ പറഞ്ഞത് ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടലിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഭാഗമാണോ എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. ഏതായാലും കെ സുരേന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയതോടെ അതിൽ കൂടി ഒരു ആശ്വാസം സമരസമിതിക്ക് വന്നിരിക്കുകയാണ്. കാരണം ഈ സമരസമിതിക്ക് നേതൃത്വം നൽകുന്നതിൽ എല്ലാ പാർട്ടിക്കാരുമുണ്ട്. CPM ഒഴികെയുള്ള BJP ഉൾപ്പെടെ എല്ലാ പാർട്ടിക്കാരും സമരസമിതിയിലുണ്ട് എന്നൊരു വസ്തുത കൂടിയുണ്ട്. ഏതായാലും സമരം ഒരു ഭാഗത്ത് ശക്തമായി മുന്നോട്ട് പോകുന്നു. ഏതായാലും വിശദമായി പദ്ധതി രേഖ വീണ്ടും കേന്ദ്രത്തിന് സമർപ്പിക്കാനുള്ള നടപടിയുമായി കേരളം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നടപടിയുമായി മുന്നോട്ട് പോയാൽ BJP ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള BJP ഉൾപ്പെടെ സമരരംഗത്തുണ്ടാവും, പ്രതിപക്ഷവും UDF സമരരംഗത്തുണ്ടാവും, ഈ സമരസമിതിയും രംഗത്തുണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. സുജയ. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അനുമതി നൽകുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോഴാണ് സംസ്ഥാന നേതൃത്വം മറ്റൊരു അഭിപ്രായം ആ വിഷയത്തിൽ പറയുന്നത്.